ഹായ് ചെങ്കിളെ, എല്ലാവർക്കും മെഫ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറി വെച്ചാൽ ഒരിക്കലും കയ്പ്പ് വരാത്ത രീതിയിലൊരു അടിപൊളി പാവയ്ക്ക കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതേ രീതിയിൽ ഒരു തവണ നിങ്ങൾ പാവയ്ക്ക കറി വെച്ച് കൊടുത്തു നോക്കിക്കോ, കയ്പ്പ് കൊണ്ട് പാവയ്ക്ക കഴിക്കാത്തവരും ചോദിച്ചു വാങ്ങി കഴിക്കും. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ കയ്പില്ലാതെ പാവയ്ക്കക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. പാവയ്ക്ക ഒരിക്കലും കയ്പ്പ് വരാതെ കറി വയ്ക്കുവാൻ വേണ്ടി ഇതിൽ കുറച്ച് ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്യുവാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ കറിക്ക് ആവശ്യമായ പുളിയൊന്ന് വെള്ളത്തിലിടണം. അതിനായി ഞാനൊരു ബൗൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനായി നെല്ലിക്ക വലിപ്പമുള്ള കുറച്ച് വാളംപുളി എടുത്ത് ബൗളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് 300 ഗ്രാം പാവയ്ക്ക നല്ലപോലെ കഴുകി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഒരുപാട് തിന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാകും. ഇതിനുള്ളിൽ ഹാർഡായിട്ടുള്ള കുരു ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. ഞാൻ അത്യാവശ്യം ചെറിയ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ കളയാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഏകദേശം മാറിക്കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഉപ്പ് ഇതിലുണ്ടാവും. അത് മാറാൻ വേണ്ടി 3-4 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പാവയ്ക്ക എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനൊരു കടായി ഇവിടെ ഒരു അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതിയാകും. എണ്ണയൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മതിയാകും. ഒരുപാട് ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഈ ഒരു രീതിക്ക് അല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴേക്കും ഈ പാവയ്ക്കയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറിക്കിട്ടും. പാവയ്ക്ക ഇതുപോലെ നല്ലപോലെ വെന്ത് കിട്ടുന്ന സമയത്ത് അതെല്ലാം കൂടെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ പാവയ്ക്ക വറുത്ത് കോരിയ അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിന്ന് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിന് ചെറിയ ജീരകമാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 10-12 അളവിന് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ഇതുപോലെ 15ഓളം അളവിനെടുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. ചെറിയുള്ളി ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്താൽ മതിയാകും. നിങ്ങളെടുക്കുന്ന ചെറിയുള്ളി വലിയ സൈസാണെങ്കിൽ ഒന്ന് നടുക്കൊന്ന് പൊളന്നിട്ട് കൊടുത്താൽ മതിയാകുമേ.
ഇതുപോലെ മുഴുവനായിട്ട് കിടക്കുമ്പോൾ കറി ഒഴിച്ച് കഴിക്കുമ്പോൾ അതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതങ്ങനെ തന്നെ കിടന്നോട്ടെ. കുറച്ച് സമയം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴുണ്ടല്ലോ ചെറിയുള്ളിയും സവാളയൊക്കെ ഇതുപോലെ നന്നായിട്ട് വഴണ്ട് കിട്ടും. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്ന സമയത്ത് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. അഥവാ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിന് പെരിഞ്ജീരകം പൊടിച്ചതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി. ഇത്രയും മസാലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിന്ന് ഇതിലേക്ക് വേണ്ടതാണ് നല്ല പഴുത്തൊരു മീഡിയം സൈസ് തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുളി കുറഞ്ഞ തക്കാളിയാണ്. പുളി കുറഞ്ഞ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ മസാല ചേർക്കാൻ നിൽക്കരുത്. അങ്ങനെ മസാല ചേർത്ത് കൊടുത്താൽ അതിൻ്റെ പച്ചമണം മാറാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ആദ്യം തന്നെ മസാല ചേർത്തിട്ട് പിന്നെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ അല്പസമയം മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്ക് വേണ്ടത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പുഴിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരേക്കും ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക മുഴുവനും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും. ഈ ഒരു സമയം മാത്രം കരിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടേ ഇനി വേണ്ടത് 6-7 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോഴുണ്ടല്ലോ ഈ ഗ്രേവിയൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ പുളിയോ എരിവോ പാവയ്ക്കയിൽ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ കയ്പ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ ഇരുന്ന് കുറച്ചൊന്ന് തിളച്ചൊന്ന് വറ്റി കിട്ടട്ടെ. അടച്ചു വയ്ക്കാൻ മറന്നു പോകരുത്. അടച്ച് തന്നെ വെച്ചിരിക്കണം. ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു അളവിനാണ് ഗ്രേവി എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ തിക്നെസ് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം. ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ പാവയ്ക്കയ്ക്ക് കയ്പും കാണില്ല. പാവയ്ക്ക ഇഷ്ടമല്ലാത്തവരും ചോദിച്ചു വാങ്ങിക്കഴിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും കയ്പില്ലാതെ നമുക്ക് പാവയ്ക്ക വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബായ് ബായ്.